ഹായ്, എല്ലാവർക്കും മോംസ് വെണ്ടിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അല്ലെ? അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 6 ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറയുന്ന 6 ടിപ്സ് ഉപകാരപ്രദമാണ്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. കറക്റ്റ് ഒരു ഷെഡ്യൂൾഡ് ടൈം 8 മണി അല്ലെ 9 മണി ആ സമയത്ത് എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ഷെഡ്യൂളായിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റും. അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ റൂമിൽ ലൈറ്റ് കാണുമല്ലോ. ഓഫ് കോഴ്സ് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് പകരം റൂമിലൊരു നൈറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യുക. നൈറ്റ് ലൈറ്റ് അറിയാലോ, ഡിം ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഇടേണ്ട കാര്യമില്ല, ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരാം. അല്ലാതെ ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഇച്ചിരി കൂടെ ഡിസ്റ്റർബ് ആകുക ബാത്റൂമിൽ പോകുന്ന സമയത്ത്. അതുകൊണ്ട് രണ്ടാമത്തെ ടിപ്പ്, നിങ്ങളുടെ റൂമിൽ ഒരു നൈറ്റ് ലൈറ്റ് പിടിപ്പിക്കുക. ഓക്കെ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെലഡി മ്യൂസിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യോഗ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യോഗയുടെ സൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ. പിന്നെ ഉറങ്ങാൻ വേണ്ടിയുള്ള കുറേ മ്യൂസിക്കൊക്കെ നമുക്ക് കിട്ടും, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം അങ്ങനെയുള്ള വോയിസ് കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായനയിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായിക്കുക. അങ്ങനെയുള്ള കുറച്ച് റിലാക്സിങ് ആക്ടിവിറ്റീസ് ഉറങ്ങുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് കട്ടിലേക്ക് കയറി റൂമിലൊക്കെ ഇരുന്ന് സെറ്റായിട്ട് ചെയ്യുക. ആ റിലാക്സിങ് മൂഡ് നമ്മളെ ഉറക്കിക്കോളും. അതാണ് മൂന്നാമത്തെ ടിപ്പ്. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ദിവസം ഡ്യൂറിങ് ദ ഡേ ഇല്ലേ, ആ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. രാത്രി, അതായത് ഉറങ്ങുന്നതിന് തൊട്ടടുത്ത സമയമാകുമ്പോൾ വെള്ളത്തിന്റെ ഇൻടേക്ക് കുറക്കുക. ബിക്കോസ് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈവനിങ് ടൈമിൽ വെള്ളം കൂടുതൽ കുടിച്ചാൽ രാത്രി കുറേ പ്രാവശ്യം ബാത്റൂമിൽ പോകും. അത് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, രാവിലെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് വെള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ രാവിലെ ഫുൾ നിറച്ച് വെള്ളമൊക്കെ കുടിക്കുക. അതായത് ഒരു ഉറങ്ങുന്ന ഒരു 6 മണി 7 മണിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് കുടിക്കണം. വേണമെന്ന് തോന്നുമ്പോൾ കുടിക്കണം, പക്ഷെ കുറച്ച് കുടിക്കുക. അങ്ങനെ ചെയ്താലും നിങ്ങളുടെ ഉറക്കം ബെറ്റർ ആകാൻ വേണ്ടി സഹായിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അങ്ങനെ ഉറങ്ങുക. കംഫർട്ടബിൾ പൊസിഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ തലേണി വെക്കുക. എവിടെയാണോ നിങ്ങൾക്ക് നടുവേനി ഉണ്ടെങ്കിൽ നടുവിൻ്റെ അവിടെ തലേണി വെക്കുക, കാലിൻ്റെ ഇടയ്ക്ക് തലേണി വെക്കുക. എങ്ങനെയാണ് കംഫർട്ടബിൾ പൊസിഷൻ? ആ കംഫർട്ടബിൾ പൊസിഷനിൽ ഉറങ്ങുക. ബട്ട് ചരിഞ്ഞ് കിടന്നുറങ്ങാൻ ശ്രമിക്കണം. ഇപ്പോൾ ഏർലി പ്രഗ്നൻസി തൊട്ടേ ചരിഞ്ഞ് കിടന്നുറങ്ങുവാണെങ്കിൽ അത് നമുക്കൊരു ശീലമാകും. ഒരു 20th വീക്ക് കഴിഞ്ഞ് നമുക്ക് നേരെ കിടക്കുന്ന കൊള്ളത്തില്ല എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചരിഞ്ഞ് കിടക്കുക. ഇത്രയൊക്കെയാണ് ഉറങ്ങാനുള്ള ടിപ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ ടിപ്സ് ഒക്കെ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്ക്. പിന്നെ എന്താ ആരും ലൈക്ക് അടിക്കാതെ? ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.